അറ്റ്ലസ് രാമേന്ദ്രൻ കേവലം ഒരു പേരായിരുന്നില്ല അത്. ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെട്ട ഒരു വിശ്വാസത്തിന്റെ പ്രതീകമായിരുന്നു. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന ആ ഒറ്റ വാചകത്തിൽ ഒരു രാജ്യത്തിന്റെ, ഒരു ജനതയുടെ മുഴുവൻ സ്നേഹം അദ്ദേഹം നേടിയെടുത്തു. നിഷ്കളങ്കമായ ആ ചിരിക്ക് പിന്നിൽ, അത്രയധികം തിളക്കമാർന്ന ആ വിജയത്തിന് പിന്നിൽ ഒരു കൊടുങ്കാറ്റ് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് ആരും അറിഞ്ഞില്ല. ആ സ്വപ്നതുല്യമായ സാമ്രാജ്യം എങ്ങനെ തകർന്നടിഞ്ഞു? ഒരു കോട്ട് നമ്പ്യാരെ പോലെ രാമേട്ടന്റെ ജീവിതത്തിലും ആ ദുരന്തം എങ്ങനെ കടന്നു വന്നു? ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള ഒരു യാത്രയാണിത്. കേവലം ഒരു പതനത്തിന്റെ കഥയല്ല, മറിച്ച് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പതിച്ച ആഴമുള്ള മുറിപ്പാടുകളുടെ കഥയാണ്. മറ്റ് സ്വർണ്ണക്കടകളുടെ മുതലാളിമാർ സിനിമാ താരങ്ങളെ മോഡലുകളായി വെച്ചപ്പോൾ രാമചന്ദ്രൻ നേരിട്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് വന്നു. കൊച്ചുകുട്ടികൾക്ക് പോലും പരിചിതമായിരുന്നു രാമേന്ദ്രനും അദ്ദേഹത്തിന്റെ പരസ്യവാചകവും. തൃശ്ശൂരിലെ മധുക്കര മൂത്തേടത്ത് രാമചന്ദ്രൻ എന്ന വ്യക്തിയുടെ കഥ പറയുമ്പോൾ അതിൽ നന്ദികേടെന്ന ചേരുവ ഒരുപാട് ചേർക്കേണ്ടി വരും. വെറുമൊരു കച്ചവടക്കാരൻ മാത്രമായിരുന്നില്ല അദ്ദേഹം. വ്യവസായി, സഹൃദയൻ, ചലച്ചിത്ര നിർമ്മാതാവ്, അഭിനേതാവ് എന്നിങ്ങനെ വിശേഷണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. 1942 തൃശ്ശൂരിലായിരുന്നു രാമചന്ദ്രന്റെ ജനനം. പ്രമുഖനായ കവിയും അക്ഷര ശ്ലോക പ്രാവീണ്യനുമായിരുന്ന വി കമലാകര മേനോനായിരുന്നു അച്ഛൻ. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ പഠനത്തിന് ശേഷം ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. അധികം താമസിയാതെ കാനറ ബാങ്കിലും പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലും അദ്ദേഹം ജോലി ചെയ്തു. എന്നാൽ തൻ്റെ യഥാർത്ഥ മേഖല ബാങ്കിംഗ് രംഗമല്ല എന്ന തോന്നൽ രാമചന്ദ്രന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. 1974 മാർച്ചിൽ രാമേന്ദ്രൻ കുവൈറ്റിലെത്തി. വെറുമൊരു തൊഴിൽ അന്വേഷി മാത്രമായിട്ടായിരുന്നില്ല അദ്ദേഹം അവിടെ എത്തിയത്. കൊമേഴ്സ്യൽ ബാങ്ക് ഓഫ് കുവൈറ്റ് ഇന്റർനാഷണൽ ഡിവിഷന്റെ അഡ്മിനിസ്ട്രേഷൻ മാനേജറായിരുന്നു അദ്ദേഹം. അവിടെ ജോലി ചെയ്തപ്പോഴാണ് സ്വർണ്ണാഭരണങ്ങളുടെ ആളുകളുടെ ഭ്രമം അദ്ദേഹം മനസ്സിലാക്കിയത്. സ്വർണത്തിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ രാമേന്ദ്രൻ 1981 സൂഖ് അൽബാത്തയിൽ ആദ്യത്തെ ജ്വല്ലറി തുറന്നു. അതൊരു വലിയ യാത്രയുടെ തുടക്കമായിരുന്നു. പിന്നീട് കണ്ടത് അറ്റ്ലസ് ജ്വല്ലറിയുടെ അതിവേഗ വളർച്ചയായിരുന്നു. ഒമാനിലും ഖത്തറിലും ബഹറിലും സൗദി അറേബ്യയിലും കുവൈറ്റിലും പിന്നെ ഇന്ത്യയടക്കം അറ്റ്ലസ് ജ്വല്ലറിയുടെ ഷോറൂമുകൾ തുറന്നു. ഗൾഫ് രാജ്യങ്ങളിൽ മാത്രം അറ്റ്ലസ് ജ്വല്ലറിക്ക് 41 ഷോറൂമുകൾ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ 7. എന്നാൽ 1990 ഓഗസ്റ്റിൽ ഇറാഖ് കുവൈറ്റ് യുദ്ധമുണ്ടായി. കുവൈറ്റിലെ അറ്റ്ലസ് ജ്വല്ലറി കൊള്ളയടിക്കപ്പെട്ടു. ഒരൊറ്റ രാത്രി കൊണ്ട് രാമേന്ദ്രന് നഷ്ടമായത് കോടികൾ മാത്രമായിരുന്നില്ല, കുവൈറ്റിൽ ചൂടുറപ്പിച്ചു തുടങ്ങിയ കച്ചവട ശൃംഖല കൂടിയായിരുന്നു. പക്ഷേ അതൊന്നും നിശ്ചയദാർഢ്യമുള്ള രാമേന്ദ്രന് വ്യവസായിയെ തളർത്താൻ പോകുന്നതായിരുന്നില്ല. ഭരതൻ സംവിധാനം ചെയ്ത വൈശാലിയുടെ നിർമ്മാതാവായി 1988 സിനിമാ നിർമ്മാണ രംഗത്തേക്ക് അദ്ദേഹം ചുവടുവെച്ചു. പിന്നീട് സുഹൃതം, ധനം എന്നീ സിനിമകളും നിർമ്മിച്ചു. ഇന്നലെ, കൗരവർ, വെങ്കലം, ചകോരം എന്നീ സിനിമകളുടെ വിതരണക്കാരനായി. 2014 അറ്റ്ലസ് ജ്വല്ലറി ഗ്രൂപ്പ് ഓഹരി വിപണിയിലും എത്തി. ആനന്ദഭൈരവി, അറബിക്കഥയിലെ കോട്ട് നമ്പ്യാർ തുടങ്ങിയ പല സിനിമകളിലൂടെയും അദ്ദേഹം ഒരു അഭിനേതാവായും പ്രേക്ഷകർക്ക് മുന്നിലെത്തി. ഹോളിഡേയ്സ് എന്നൊരു മലയാള സിനിമയും അദ്ദേഹം സംവിധാനം ചെയ്തു. എന്നാൽ ഈ സുവർണ കാലഘട്ടത്തിനപ്പുറം ചില അസ്വസ്ഥതകളുടെ സൂചനകൾ കണ്ടു തുടങ്ങിയിരുന്നു. ബിസിനസ് സാമ്രാജ്യം വലുതാകും തോറും അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നു ചേർന്നു. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അമിത നിക്ഷേപങ്ങൾ, മറ്റ് ബിസിനസ് സംരംഭങ്ങളിലെ അശ്രദ്ധ, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വലിയ തുകയുടെ വായ്പകൾ എല്ലാം കൂടി ചേർന്ന് ഒരു വലിയ കടക്കണിയിലേക്ക് അദ്ദേഹത്തെ തള്ളിവിട്ടു. ഗൾഫ് ബിസിനസ് മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ രാമേന്ദ്രൻ ശ്രമിച്ചു. UAE ഏകീകൃത സ്വർണ്ണവില കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചത് ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കിക്കൊടുത്തു. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഗോൾഡ് പ്രൊമോഷൻ കൗൺസിൽ ചെയർമാൻ, ദുബായ് ഗോൾഡ് ആൻഡ് ജുവലറി ഗ്രൂപ്പ് സെക്രട്ടറി എന്നീ പദവികളും, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അറ്റ്ലസ് ജ്വല്ലറി തുറക്കാനുള്ള കരാറും ലഭിച്ചത് എതിരാളികളുടെ ശത്രുത വർദ്ധിപ്പിച്ചു. തന്റെ മാനേജ്മെന്റ് ശൈലിയിൽ ചില തന്ത്രങ്ങൾ പരാജയപ്പെട്ടു. കടങ്ങൾ പെരുകിയപ്പോൾ തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാതെയായി അദ്ദേഹത്തിന്. ഒരു ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് അടുത്ത ബാങ്കിലെ കടം വീട്ടുന്ന തന്ത്രങ്ങൾ ദീർഘകാലത്തേക്ക് നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. വ്യാപാരികൾക്കും സ്വർണം നൽകിയവർക്കും ധാരാളം പണം കൊടുക്കാനുണ്ടായിരുന്നു. പലരും പരാതികളുമായി രംഗത്തെത്തി. മാധ്യമങ്ങൾ അറ്റ്ലസ് ജ്വല്ലറിയുടെ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം കൈപ്പറ്റിയെങ്കിലും രാമേന്ദ്രന്റെ ചെറിയൊരു പിഴവിനെ സാമ്പത്തിക തട്ടിപ്പായി കൊണ്ടാടി. 1000 കോടി രൂപയുടെ കടമുണ്ടെന്നും രാമചന്ദ്രൻ ബാങ്കുകളെ പറ്റിച്ചെന്നും അവർ കൊട്ടിഘോഷിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ കൂടുതൽ തുകയും തിരിച്ചടച്ചുകൊണ്ടിരുന്നതുമായിരുന്നു. തിരിച്ചടവിന്റെ ചില ഇടുക്കൾ മുടങ്ങിയപ്പോൾ ബാങ്കുകൾ സെക്യൂരിറ്റി ചെക്ക് നിക്ഷേപിച്ചു. സ്വാഭാവികമായും ചെക്കുകൾ മടങ്ങി. അതോടെ ബാങ്കുകൾ നിയമ നടപടിക്കായി പോയി.
മാധ്യമങ്ങൾ തിരിച്ചടിച്ചത് ഉൾപ്പെടെയുള്ള തുകയാണ് അറ്റ്ലസ് ഗ്രൂപ്പിന്റെ കടമായി കൊട്ടിഘോഷിച്ചത്. ബാങ്കുകളെല്ലാം ഒരേ സമയം രാമചന്ദ്രനെതിരെ കേസുകളുമായി വന്നതിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ടായിരുന്നു എന്നുള്ളത് സ്പഷ്ടമായിരുന്നു. 2015 ഓഗസ്റ്റ് 23 350 കോടി ദിർഹം ആസ്തിയുള്ള അറ്റ്ലസ് ഗ്രൂപ്പിന്റെ തകർച്ച തുടങ്ങിയ ദിവസം. വല്ലാത്ത ശരീരവേദന കാരണം പതിവിലും നേരത്തെ വീട്ടിലെത്തിയ രാമചന്ദ്രനെ തേടി അറബി വേഷം ധരിച്ച രണ്ടുപേരെത്തി. തിരിച്ചറിയൽ രേഖയുമായി എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്നും ചില പേപ്പറുകളിൽ ഒപ്പിടണമെന്നുമായിരുന്നു അവരുടെ ആവശ്യം. സുഖമില്ലെന്ന് പറഞ്ഞപ്പോൾ ഭാര്യയും കൂട്ടിക്കൊള്ളൂ എന്ന് അവർ നിർദ്ദേശിച്ചു. അങ്ങനെ രാമചന്ദ്രനും ഭാര്യ ഇന്ദുവും പോലീസ് സ്റ്റേഷനിലെത്തി. കുറെ നേരം അവിടെ കാത്തിരുന്നതിന് ശേഷം രാമചന്ദ്രനോട് പോലീസ് ഭാര്യയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം പോലീസ് കാണിച്ച മുറിയിലേക്ക് പോകാൻ പറഞ്ഞു. ആ നിമിഷം എല്ലാം അവസാനിക്കുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ദുബായിലെ റിഫ നൈഫ് ബർദുബായി പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. മൊത്തം 22 ബാങ്കുകളും 6 സ്വകാര്യ വ്യക്തികളും അദ്ദേഹത്തിനെതിരെ കൂട്ടത്തോടെ പരാതി നൽകി. പിന്നാലെ ബിസിനസ്സിൽ പങ്കാളിയായ മകൻ അരുണും മകൾ ഡോക്ടർ മഞ്ജുവും ജയിലിലായി. 3.40 കോടി ദിർഹത്തിന്റെ 2 ചെക്കുകൾ മടങ്ങിയ കേസ് 2015 നവംബർ 12 ആദ്യത്തെ കോടതി വിധി വന്നു. 3 വർഷം ജയിൽ ശിക്ഷ അദ്ദേഹത്തിന് വിധിച്ചു. ഈ വിധിക്ക് ശേഷം രാമചന്ദ്രനെ അബീറിലെ ജയിലിലേക്ക് കൊണ്ടുപോയി. പിന്നീട് അങ്ങോട്ട് രാമചന്ദ്രന്റെ ജീവിതം കീഴ്മേൽ മറിയുകയായിരുന്നു. തടവുപുള്ളികളുടെ വസ്ത്രങ്ങൾ ധരിച്ച് തീർത്തും ഏകാന്തത്തിലേക്കുള്ള മാറ്റം അദ്ദേഹത്തെ വളരെയധികം അസ്വസ്ഥനാക്കി. ജയിലിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കുറെ ദിവസങ്ങളെടുത്തു. ജയിലിലെ ഏകാന്തതയ്ക്കിടയിലും തന്റെ മോചനത്തിനേക്കാളും സ്ഥാപനത്തിനെ പറ്റിയുള്ള ആശയങ്ങളെക്കാളും രാമചന്ദ്രനെ വേദനിപ്പിച്ചത് ഭാര്യ ഇന്ദുവിനെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. രാമചന്ദ്രൻ ജയിലിലായതോടെ പല ജീവനക്കാരും മറ്റ് ജോലികൾ തേടിയും നാട്ടിലേക്കും പോയി. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. UAEയിലെ അറ്റ്ലസ് ജ്വല്ലറിയുടെ 19 ഷോറൂമുകൾ ഓരോന്നായി പൂട്ടിക്കഴിഞ്ഞിരുന്നു. കടയുടെ വാടക കുടിശ്ശികയും ജീവനക്കാരുടെ ശമ്പള കുടിശ്ശികയും അടക്കം 100 കൂട്ടം നൂലാമാലകൾ തീർപ്പാക്കേണ്ടി വന്നു. ഇതെല്ലാം കൊടുത്തു തീർത്തത് രാമചന്ദ്രന്റെ ഭാര്യയായിരുന്നു. എവിടെ നിന്നൊക്കെയോ പണം സംഘടിപ്പിച്ച് അവർ കാര്യങ്ങളൊക്കെ ഒരുവിധം കരക്കടുപ്പിച്ചു. തനിക്ക് ജയിലിൽ വരാൻ യോഗമുണ്ടെന്ന് കുട്ടിക്കാലത്തൊരിക്കൽ അച്ഛൻ പറഞ്ഞത് അദ്ദേഹം ജയിലിലിരുന്ന് ഓർത്തു. 2018 രാമചന്ദ്രൻ ജയിൽ മോചിതനായി. അന്നത്തെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ കാര്യക്ഷമമായ ഇടപെടലിനൊടുവിലായിരുന്നു ഇത്. ജയിൽ മോചിതനായ രാമചന്ദ്രൻ പഴയ രാമചന്ദ്രനായിരുന്നില്ല. പ്രായവും രോഗവും അദ്ദേഹത്തെ വളരെയധികം തളർത്തിയിരുന്നു. ജയിലിൽ നിന്നിറങ്ങിയ രാമചന്ദ്രന്റെ ജീവിതം ജയിലിൽ പോകുന്നതിന് മുമ്പുള്ളതുപോലെ തന്നെയായിരുന്നു. എല്ലാ ദിവസവും പുലർച്ചെ ഉണരും, കുളിച്ച് റെഡിയായി പ്രഭാത ഭക്ഷണം കഴിക്കും. പിന്നെ ഓഫീസിൽ പോകുന്നത് പോലെ കോട്ടും ഷൂട്ടും ധരിച്ച് വെറുതെ വീട്ടിൽ തന്നെ ഇരിക്കും. ബർദുബയിലെ വീട്ടിൽ വെച്ച് തന്റെ 80ാം പിറന്നാൾ വീഴ്ചയിലും വിട്ടുപോകാത്ത കൂട്ടുകാരോടും അടുത്ത ബന്ധുക്കളോടുമൊപ്പം അദ്ദേഹം ആഘോഷിച്ചു. എല്ലാം ശരിയാകുമെന്ന് രാമചന്ദ്രൻ ഉറച്ച് അപ്പോഴും വിശ്വസിച്ചിരുന്നു. എന്നാൽ തന്റെ പതനം പലരും ആഗ്രഹിച്ചിരുന്നു എന്നതായിരുന്നു യാഥാർത്ഥ്യം. ബിസിനസ്സിലെ എതിരാളികൾ തന്നെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് നിഷ്കളങ്കനായ ആ മനുഷ്യൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. തന്നെ ചതിച്ച ഒരാളുടെ പേരും മരണം വരെ രാമചന്ദ്രൻ ആരോടും പറഞ്ഞില്ല. അതാണ് ആ മനുഷ്യന്റെ വ്യക്തിത്വം. 2022 ഒക്ടോബർ 9 രാത്രി രാമചന്ദ്രന് ഹൃദയാഘാതം ഉണ്ടായി. ബർദുബയിലെ ആസ്റ്റർ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചു. മരിക്കുന്നതിന് മുമ്പ് അറ്റ്ലസ് ഒരു ഷോറൂം എങ്കിലും തുറക്കണമെന്ന ആഗ്രഹം ബാക്കി വെച്ച് ആ മനുഷ്യസ്നേഹി ഈ ജീവിതത്തോട് വിട പറഞ്ഞു. അറ്റ്ലസ് രാമചന്ദ്രൻ എന്ന വ്യക്തിയുടെ ജീവിതം ഒരു ഉയർച്ചയുടെയും തകർച്ചയുടെയും മാത്രമല്ല, വിശ്വാസത്തിന്റെയും പ്രാധാന്യത്തിന്റെയും സാമ്പത്തിക അച്ചടക്കത്തിന്റെയും ആവശ്യകതയുടെയും ഒരു വലിയ പാഠം കൂടിയാണ്. എത്ര ഉയരങ്ങളിൽ എത്തിയാലും അടിത്തറ ബലമില്ലെങ്കിൽ എല്ലാം തകർന്നു വീഴാമെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അറ്റ്ലസ് രാമചന്ദ്രനെ കുറിച്ച് നിങ്ങളുടെ ഓർമ്മകൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.